ഞങ്ങൾ നോക്കിക്കോളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർണായകമായ സ്വാധീനം നിയമസഭയിൽ ഞങ്ങൾ ഉണ്ടാക്കും. 29 ഇലക്ഷൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവും. ഏതായാലും ഞങ്ങളില്ലാതെ 26 തെരഞ്ഞെടുപ്പിൽ ആരും ഭരിക്കുക ഈ വരുന്ന ഇലക്ഷൻ. അതായത് നമ്മുടെ ഏപ്രിൽ ഇലക്ഷനിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടറായിരിക്കും മാറും. BJP. കമ്മ്യൂണിസം പോയി. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനകീയ പ്രശ്നം പറയാൻ ആരുമില്ല. BJP മാത്രമാണ് ജനകീയ പ്രശ്നം എന്ന് പറയുന്നത്. വികസനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. പിണറായി വിജയൻ്റെ മകൾ പിണറായി വിജയനെ തെറ്റിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുന്നതാണ്. മകളെ അത് ഞാൻ പറയാം. റിയാസ് അവനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയപ്പോൾ അവൻ ദയനീയ തോറ്റവനാണ്. ഇനി ഇപ്പം കാലം കഴിയാൻ പോകുന്നൊരു മുഖ്യമന്ത്രി അയാളെ മോശമൊക്കെ ഇരിക്കുന്ന തൊട്ടാണ്. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നത് ചോദിക്കണ്ട. അമിത്ഷാജി അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ മോദിജിയെ മനസ്സിലാക്കണം. അങ്ങനെ 1 രൂപയുടെ ശമ്പളം പോലും ഇല്ല ജോലി ചെയ്യുക. ആരും ജീവിക്കാൻ പോലും മാർഗമില്ല. തെണ്ടി കുത്തുവാളെടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തികൾ പറഞ്ഞാലെങ്കിലും പിടിച്ചിരിക്കാൻ നോക്കുന്ന പിടിച്ചു നിൽക്കുക. കോൺഗ്രസ് തീർന്നു പോയി. പിണറായി വിജയൻ്റെ മകൾ പിണറായി വിജയനെ തെറ്റിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുന്നതാണ്. മകളെ അത് ഞാൻ പറയാം. റിയാസ് അവനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തിയപ്പോൾ അവൻ ദയനീയ തോറ്റവനാണ്. മനസ്സിലായില്ലേ? അവനെ ഈ പിണറായിയുടെ മകളാന്ന് കണ്ടപ്പോൾ അവിടെ കയറി കെട്ടി. അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അത് അവർ ലിവിങ് ടൂതായിരുന്നാണ് പറയുന്നത്. ഏതായാലും കെട്ടിക്കഴിഞ്ഞോടെ പിണറായി വിജയന് അവനെ പിടിച്ച് മന്ത്രി വരികയാക്കി. പക്ഷേ ഈ റിയാസ് SFIയുടെയും DYFIയുടെ ഒക്കെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ജനപിന്തുണ ഉണ്ടായിരുന്നോ? ദയനീയ തോറ്റവനല്ലേ? അവനെ പിടിച്ച് മകളെ കെട്ടിച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായി ആ ബന്ധമായി. അത്രേ ഉള്ളൂ. അതോടെ പിണറായി വിജയൻ മാറിയത്. പിണറായി വിജയൻ പിന്നെ ഗുണമില്ലാത്തവനും കൈക്കൂലിക്കാരനായി മാറി. എൻ്റെ കുറച്ച് അഭിപ്രായം അത്. പിണറായി വിജയൻ കൈക്കൂലിക്കാരനാണെന്ന് വിശ്വസിക്കുന്നു. 100% കൈക്കൂലിക്കാരനാണ്. യാതൊരു സംശയമില്ല. അത് പഴയ പിണറായി അല്ല, ഇപ്പോഴത്തെ പിണറായി. ഞാൻ കണ്ട പിണറായി അല്ല ഇപ്പോഴത്തെ പിണറായി. ഞാൻ ഇപ്പം കാണാറുമില്ല. പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നുണ്ട് മടിയിൽ കനവില്ല, എനിക്ക് ഭയക്കാനില്ല. പുള്ളി എന്താ എല്ലാ ആഴ്ചയിലും ഈ ദുബായിക്ക് പോകുന്നത്? പുള്ളി അതിന് അമേരിക്കയ്ക്ക് പോകുന്നത്? അമേരിക്കയ്ക്ക് ചികിത്സയ്ക്കല്ലേ പോകുന്നത്? ചികിത്സയ്ക്കാരെന്നാണ് ഇതുവരെ സമ്മതിച്ചിട്ടില്ലേ? അദ്ദേഹം പറയുന്നില്ല. ആഴ്ച അമേരിക്ക പോകും. മാസത്തിൽ 2 പോകണം അമേരിക്കയ്ക്ക്. അമേരിക്ക പോയി നേരേക്ക് പോന്നാൽ പോരാ. പിന്നെ ദുബായി പോയി ഒരു 2 ദിവസം ക്യാമ്പ് ചെയ്യുന്നത് ദുരൂഹതയുണ്ടെന്നാണോ? ദുരൂഹതയല്ല, എല്ലാം എനിക്കറിയാം. ഞാൻ വിശദാംശം പറയാൻ ആഗ്രഹിക്കും. വെറുതെ ഇനി ഇപ്പം കാലം കഴിയാൻ പോകുന്നൊരു മുഖ്യമന്ത്രി അയാളെ മോശമൊക്കെ ഇരിക്കുന്ന തൊട്ടാണ്. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നത് ചോദിക്കണ്ട. ഹീസ് നോട്ട് കറക്റ്റ്. അത്രയും പറഞ്ഞേക്കാം. കറക്റ്റാണ്. കറക്റ്റ് അല്ല. സംശയം വേണ്ടുന്നു. അതിന് തർക്കം ആർക്കും അറിയത്തില്ല. പക്ഷെ പാർട്ടിയാണ് എവിടെ ഇരിക്കുന്നു? ഇപ്പോൾ BJPയിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ CPM നിന്ന് അറിയാമോ? അതെ. അതെന്താ കാരണം? കമ്മ്യൂണിസം പോയി. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനകീയ പ്രശ്നം പറയാൻ ആരുമില്ല. BJP മാത്രമാണ് ജനകീയ പ്രശ്നം എന്ന് പറയുന്നത്. വികസനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് പറയാൻ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഉണ്ടോ? അവനെങ്ങനെ തനിക്ക് എന്നാ കിട്ടുമെന്നോ ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടക്കാരെയാണ് പറയുന്നത്. ഒരു അടുത്ത ഇലക്ഷൻ കഴിഞ്ഞു. ഇത്തവണയും ത്രിതല പഞ്ചായത്തിലും ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസും LDF UDF ഒന്നായി. അടുത്ത നിയമസഭാ ഇലക്ഷൻ LDF UDF പരസ്യമായിട്ട് ഒന്നാകേണ്ടി വരും. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവന്മാരെ കള്ളത്തരം മനസ്സിലാക്കി ഇവന്മാരെ ഉപേക്ഷിക്കണം. അല്പം നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു NDA സഖ്യമായിരിക്കും BJPക്കെതിരെ വരുന്നത്. NDAക്കെതിരെ അല്ലേ? ഒരു ഇന്ത്യ സഖ്യം കേരളത്തിൽ പ്രത്യേകിച്ച് രൂപപ്പെടും. അടുത്ത 29 ഇലക്ഷൻ എന്തായാലും BJPയും ഇന്ത്യ സഖ്യവും കൂടി, അതായത് കേരളത്തിലെ ഇന്ത്യ സഖ്യം കൂടി ആയിരിക്കും മത്സരിക്കുക. ഞങ്ങളായിരിക്കും അധികാരത്തിൽ. കോൺഗ്രസും BJPയും കോൺഗ്രസും CPMഉം അനുബന്ധ കക്ഷികളിലും കൂടി ഒരു മുന്നണിയാണ്. ഞാൻ പറഞ്ഞത് ഈ CPI ഒരു കക്ഷിയാണ്. നേതാക്കന്മാരുടെ അണികൾ വല്ലതും ഉണ്ടോ അവിടെ? ആ തൃശ്ശൂർ ജില്ലയിൽ മാത്രം കുറച്ച് ആളുണ്ട്. വേറെ എവിടെയുണ്ടോ പറ? CPIക്ക് നമ്മളുടെ എൻ്റെ മണ്ഡലം കരുനാഗപ്പള്ളി CPIയുടെ മണ്ഡലമാണ്. അവിടെ എത്ര CPIക്കാരുണ്ട് പറ? നിങ്ങൾ പറഞ്ഞ വലിയ മുഴുപ്പ് പറഞ്ഞല്ലോ. സുൽത്താൻ പെട്ടാതിരിക്കുന്നത്. സുൽത്താൻ ഇച്ചിരി അനുഭവം ഉണ്ട് അവിടുത്തെ MLA. പക്ഷെ ഒരു കാര്യമില്ല, MLA ഭാവമായിരിക്കും. കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അപ്പോൾ തീർന്നില്ലേ? അവിടെ ഒന്നും കോൺഗ്രസ് CPI ഇല്ല. CPMൻ്റെ വോട്ട് CPI നടക്കുന്നുള്ളതല്ല വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ CPM ഒഴുക്കായി. ആ ഒഴുക്കോടുകൂടി ഇതങ്ങ് തീർന്നു പോക്കോളും. കോൺഗ്രസും തീരും, CPM തീരും, CPIയും തീരും. BJP ഇന്ത്യ മുഴുവൻ BJPയുടെ കയ്യിലായി. ഈ കേരളം കൂടെ ആകാനുള്ളൂ. ഈ 11-ാം തീയതി ഞങ്ങളുടെ അമിത്ഷാജി വന്നുള്ള ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ നോക്കിക്കോളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർണായകമായ സ്വാധീനം നിയമസഭയിൽ ഞങ്ങൾ ഉണ്ടാക്കും. 29 ഇലക്ഷൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവും.
ഉറപ്പാണ് അല്ലേ? 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കും എന്നൊക്കെ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു ഞാൻ അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല. ഏതായാലും ഞങ്ങളില്ലാതെ 26-ലെ തെരഞ്ഞെടുപ്പിൽ ആരും ഭരിക്കുക ഈ വരുന്ന ഇലക്ഷൻ. അതായത് നമ്മുടെ ഏപ്രിൽ ഇലക്ഷനിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ ആയിരിക്കും BJP. അല്ല, BJPയുടെ വളർച്ച ആരും തള്ളിക്കളയില്ല. കാരണം വളരുന്നുണ്ട്, വോട്ട് ശതമാനം വല്ലാതെ കൂടുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം CPM-ന് മേൽ കോൺഗ്രസിൻ്റെ മേൽ CPM ആരോപിക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നെങ്കിലും കള്ളത്തരത്തിലില്ല. വല്ല കാര്യമുണ്ടോ? ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ മോദിജി അല്ലാതെ വല്ലൊരു നേതാവിനെ കണ്ടിട്ടുണ്ടോ? അമിത്ഷാജി അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. മോദിജിയെ മനസ്സിലാക്കണം. അങ്ങനെ 1 രൂപയുടെ ശമ്പളം പോലും ഇല്ലാതെ ജോലി ചെയ്യുക. മനസ്സിലായി? എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നത്? ചെറുത് ഭക്ഷണം കഴിച്ചുകൊണ്ട്. ആകെ ഒരു അമ്മയാണ് ബന്ധം. അമ്മയും മരിച്ചു. ഇപ്പം ആരുമില്ല. കൂൺ കഴിക്കുന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. കൂൺ കഴിക്കുന്നതിന് കുഴപ്പം? ലക്ഷക്കണക്കിന് രൂപ. കൂൺ എത്ര കിലോ കൂൺ വേണം? ഞാൻ ഒരു 100 രൂപ, 1 കിലോ കൂണിന് 60 രൂപ ഞാൻ തരണം. അല്ല, ആ കൂണല്ല എന്നൊക്കെ ഒരു ആരോപണം ഉണ്ട്. എനിക്കറിയില്ല. വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയല്ലേ, വേറെ ഒന്നും പറയാനില്ലല്ലോ. അതാ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു പൊട്ടനുണ്ട്, അയാളെ വൃത്തികേട് പറയുന്നത്. അവൻ പറഞ്ഞ ആര് വില കളിപ്പിക്കും? അത്ര മോശക്കാരനാണ്. സംശയം. ഇവിടെ AICC സമ്മേളനം ഇവരെ കാണാനില്ല. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ ഇവൻ രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി വായും പിടിച്ച് നോക്കിയിരിക്കുക. AICC സമ്മേളനം ഇവരെ കാണുന്നില്ല. സമ്മേളനം തൊങ്ങുന്നതിന് മുമ്പ് അതിൽ നിന്ന് കറങ്ങി ഇവനെ കാണുന്നില്ല. സമ്മേളനം 3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് ഇവൻ വിദേശ രാജ്യത്തെ ഒരു മദാമിയായിട്ട് കറങ്ങി കിടക്കുകയെന്നാണ് പറഞ്ഞു. എനിക്ക് പത്രത്തിൽ വന്നാ. എനിക്കറിയത്തില്ല. ഈ പ്രതിപക്ഷ മറ്റ് കക്ഷികളുടെ ആരോപണമല്ലേ? പിന്നെ ആരോപണം, ഭയങ്കര ആരോപണം. എനിക്കറിയത്തില്ലൊന്നും. അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഈ വോട്ട് ചോരി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ്. നോ എവിഡൻസ്. നിങ്ങളെപ്പോലുള്ള പൊട്ട സ്വഭാവക്കാരാണ് ഈ രാജ്യത്തിന് അപകടം. അതൊന്നും എവിഡൻസ് അല്ല. എന്നെ 76 വോട്ട് ഒരാൾ ചെയ്തെന്ന് കള്ളവോട്ട് അവിടെ ബൂത്തിലിരിക്കുന്ന പൊട്ടനാണ്. കോൺഗ്രസിന്റെ ഏജന്റ് അവിടെ ഇല്ല. ഒരിടത്തു ചെയ്തു എന്നല്ല പുള്ളിക്കാരൻ പറയുന്നത്. അവൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ എടുത്ത് നോക്കി. ഒരു ബൂത്തിൽ 76 വോട്ട് ഒരാൾ ചെയ്തെന്നാണ് ആരോപണം. ഞാൻ അവൻ തന്നെ ഷർട്ടും മുണ്ടും 76 ഷർട്ടും മുണ്ടും മാറി വന്നു. അങ്ങനെ വന്നാൽ പോലും അവിടെ ഇരിക്കുന്ന പോളിംഗ് ബൂത്തിന് അവൻ അറിയില്ലേ? അല്ല, ഒരു ബൂത്തിൽ ചെയ്തു എന്ന് തന്നെയാണ്. ഒരു ബൂത്തിൽ ചെയ്തെന്നാ പറഞ്ഞിരിക്കും. ഞാൻ വായിച്ചത്. അത് ഞാൻ കേട്ടില്ല. ഞാൻ വായിച്ചു. ചില വ്യക്തികൾ ഒരേ വ്യക്തി നിരവധി ബൂത്തുകൾ വോട്ട് ചെയ്തതായി കാണുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അത് സംഭവിക്കാം. ഞാൻ പറയാം. എനിക്കിവിടെ വോട്ടുണ്ട്. ഞാൻ നേരത്തെ താമസിക്കുന്ന ഇപ്പം കാഞ്ഞിരപ്പള്ളി ചിലപ്പോൾ അവിടെ വോട്ട് കാണും. അത് ചിലപ്പോൾ മാറിക്കാണുകയില്ല. അങ്ങനെ ഞാനാണ് വോട്ട് ചെയ്യാൻ പോകല. ചില മാന്യന്മാരെ അവിടെ ചെയ്തേക്കാന്ന് വെച്ചേക്കും. അതല്ലാതെ ഈ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് നോട്ടീസ് ആയില്ലേക്ക് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പടം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പടം വെച്ച ഒരു സ്ത്രീ വോട്ട് ചെയ്തിരുന്നു. വോട്ട് ചെയ്താൽ ബ്രസീലിയൻ സ്ത്രീ മോഡലിൻ്റെ പടമായിരുന്നു അതിൻ്റെ ഇലക്ഷൻ ആ സ്ലിപ്പിൽ ഉള്ളത്. അത് എന്തിനു വോട്ട് ചെയ്യാൻ അനുവദിച്ചത്? അതാണ് ഈയിടെ എന്നെ കാണിക്കുക. ഇവൻ എവിടെ പോയി? ഇവൻ്റെ കോൺഗ്രസിൻ്റെ ഇത് ചേർത്തു എന്നാണ് പറയുന്നത്. അവൻ എവിടെ പോയി? അവൻ മറ്റേതിന് പഠിക്കും നടക്കണോ? ബൂത്തിൽ ഏജന്റ് ഇല്ലേ ഇവന്? അതെ, ഈ ഏജന്റ് കേസാണ്. വടക്കേണ്ടിലെ കേസ് നമുക്ക് മാറ്റി വെക്കാം. തൃശ്ശൂരിൽ ഇതേ വിവാദം വന്നിരുന്നു. എന്താ പിന്നെ അത് ഞാൻ അവിടത്തെ തൃശ്ശൂരെ നോക്കിയതാ. നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റിയാ. അതെ, അവിടെ കുറേ ആയിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും പെമ്പാരിയും എല്ലാം വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. അതെയായിരുന്നു. അയാൾ അങ്ങോട്ട് മാറ്റിയ എന്നാ തെറ്റ്? അല്ല, ഒരു ഫ്ലാറ്റിൽ മാറ്റാൻ അവകാശം. കൃത്യമായ അഡ്രസ്സ് ഇല്ലാത്ത അഡ്രസ്സ് വേണ്ട. ഈ എൻ്റെ വീട്ടിലെ അഡ്രസ്സ് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഇവിടെ പണിക്കാർ 3 ആളുണ്ടെങ്കിൽ 3 ആളുടെ പേര് എൻ്റെ അഡ്രസ്സിലാണ് വരുന്നത്. അതിന് പറ്റി ഇലക്ഷൻ കമ്മീഷൻ കണ്ടല്ലേ ഇത്? സുതാര്യമായിരുന്നു. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. ഒരു കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷൻ ആരെങ്കിലും കുറ്റം വേണ്ടേ? ആരും ജീവിക്കാൻ പോലും മാർഗമില്ല. തെണ്ടി കുത്തുവാളെടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തികൾ പറഞ്ഞാലെങ്കിലും പിടിച്ചിരിക്കാൻ നോക്കുന്ന പിടിച്ചു നിൽക്കുക. കോൺഗ്രസ് തീർന്നു പോയി. അതിൻ്റെ പുറകെ നടന്ന് നിങ്ങൾ കൊല്ലംകാരന് ആരോഗ്യം കളയില്ല കേട്ടോ സുൽത്താനെ.